നിനക്കെന്നെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നീ എന്നെ തിരികെ നോക്കില്ല. ഓ പിന്നെ ഞാൻ വെറുതെ നോക്കിയേ ഉള്ളൂ. അല്ല, നീ എന്നെ നോക്കിയിരുന്നത് കൊണ്ടല്ലേ എന്നെ കണ്ടത്? ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ജോസേ, ഞാനിവിടെ പഠിക്കാൻ വന്നതാ. എന്തിനാണ് ആ പെണ്ണിന്റെ പിന്നാലെ നടന്ന സമയം കളയണേ? ഇല്ല അച്ചോ, അവള് സമ്മതിക്കും. അവൾക്കുള്ളിൽ എന്നോട് സ്നേഹമുണ്ട്. പിന്നെ ഈ പെണ്ണുങ്ങളല്ലേ, അവർ പെട്ടെന്നൊന്നും സമ്മതിച്ചു തരില്ല. കഷ്ടം, ഒരു 2 വർഷം പഠിക്കാൻ നോക്കടാ. അച്ഛൻ നോക്കിക്കോ, അവള് സമ്മതിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞത് അച്ഛൻ്റെ അടുത്തായിരിക്കും. തൽക്കാലം നീ ചെല്ല്. ഈ പിള്ളേരുടെ ഒരു കാര്യം. എന്താ മേരി ഇത്? ഞാൻ എത്ര നാളെ നിന്റെ പിന്നാലെ നടക്കുന്നു? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്നെ പ്രേമിച്ച് നടക്കാൻ കിട്ടില്ല കിട്ടില്ല കിട്ടില്ല. അതെന്താ പ്രേമിച്ച കുഴപ്പം? ഞാൻ ഇവിടെ പഠിക്കാൻ വന്നതാ. ഫുൾ ടൈം എല്ലാരും പഠിക്കില്ലല്ലോ. ഞാൻ ഫുൾ ടൈം പഠിക്കുന്ന ആളാ. സത്യം പറ, നിനക്ക് എന്നോടുള്ളിൽ ഇഷ്ടമല്ലേ? യു ആർ മൈ ഫ്രണ്ട് ആൻഡ് മൈ ക്ലാസ്മേറ്റ്. അതിനപ്പുറം ഒന്നുമില്ല. എന്തോ ഒരു കഷ്ടമാടി മേരി. എന്ത് കഷ്ടം? നിന്നോട് ഞാൻ പറഞ്ഞു എന്റെ പിന്നാലെ നടക്കാൻ. നിന്നെ കണ്ടപ്പോ തന്നെ എന്നെ ഇഷ്ടപ്പെട്ടു പോയി. അതെന്റെ കുഴപ്പമില്ല. നീ എന്തിനാ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഇത് കോളാക്കിയത്? അത് നീ കാരണല്ലേ. ഞാനെന്ത് ചെയ്തു? നിന്നെ കണ്ടപ്പോഴേക്കും എന്റെ കിളി പോയി. ഓ എന്റെ ജോസേ. അതെ, ഞാൻ നിന്റെ ജോസാ. ഓ മൈ ഗോഡ്. മേരി, സംസാരിച്ച് ഇപ്പൊ നമുക്ക് കുറച്ച് ഇഷ്ടത്തിലാന്ന് തോന്നുന്നു. ആണോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒന്ന് പോയേ, എനിക്ക് കുറച്ച് നോട്ട്സ് പെൻഡിങ് ഉണ്ട്. അവന്റെ ഒരു ഇഷ്ടവും പ്രേമവും. നീ കുറെ നാളായാലേ മേരിയുടെ പിന്നാലെ എടുക്കണു. നീ നോക്കിക്കോടാ, ഞാൻ ഉറപ്പായിട്ട് സെറ്റ് ആക്കിയിരിക്കും. അവള് സമ്മതിക്കൂടാ, നിങ്ങൾ നോക്കിക്കോ. എടാ, അവൾക്ക് വേറെ ലൈനൊക്കെ ഉണ്ടാവും. ഞാനൊരു അന്വേഷണമൊക്കെ നടത്തിയില്ലേ, അങ്ങനെയൊന്നുമില്ല. മേരി ഇല്ലെങ്കിൽ നിനക്കൊള്ളാടാ. മേരി, സമ്മതമാണോടി? ഇവന്റെ ഒരു കാര്യം. ഞാൻ നിങ്ങളുടെ ജേക്കബ് ജോർജ് സാർ, NSS പ്രോഗ്രാം ഓഫീസർ. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനമായ ഈ ദിവസം ഗാന്ധി ജയന്തി ദിനമായി എല്ലാ വർഷത്തെയും പോലെ വിപുലമായ പരിപാടികളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോളേജും പരിസരവും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഗാന്ധിജിയുടെ ജീവിത പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികളെയും. എന്താ ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? സാറ് കുറെ നാളായില്ലേ എന്റെ പുറകെ നടക്കണേ. ടീച്ചറിനെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? ഇനി സാറിന് എന്റെ പുറകെ നടക്കേണ്ടി വരില്ല. എന്ത് പറ്റി ടീച്ചറെ? സാറിന്റെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു. എന്നിട്ട് വീട്ടുകാർക്ക് പറ ടീച്ചറെ. വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമാണ്. ആണോ? സാർ ഒരു ദിവസം വീട്ടിലേക്ക് വരണം. എത്രയും വേഗം വരും. മഹാത്മാഗാന്ധിയുടെ വാക്കുകളിലും പ്രവർത്തികളിലും സമരരീതികളിലും നൂറുകണക്കിന് എനിക്ക് നീയില്ലാണ്ട് പറ്റണില്ലടാ. എന്റെ മനസ്സ് മുഴുവൻ നീയാ. അച്ചോ, എന്താ ജോസേ? മേരി സമ്മതിച്ചോ? അച്ഛൻ പോയി മറ്റേ ഉടുപ്പൊക്കെ ഇട്ടിട്ടുവാ. ജോസേ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ഞാൻ സ്വീകരിക്കുന്നു. മേരി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? ഞാൻ സ്വീകരിക്കുന്നു. മോനെ നിക്കടാ, തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞിട്ടില്ലടാ. പാതയിൽ നീ ചാരയായി ചേർന്നു നിന്നീ നേരം
കനവോരം മെല്ലവേ വന്നു നിന്നിൻ ഓരമായി വന്നൊരോമൽ കാറ്റിൻ തടലോരം പറയാൻ വൈകുമീ വേളയിൽ തെളിവായി തീരുമീ വേനലിൽ നിഴൽ പോൽ നിന്നെ തേടും നീ ഞാനും മഴയായി വന്നൊരീ തിന്നലിൽ നിറവാൻ നിൻ വിരൽ പാടുകൾ അതിലൊന്നായി ഞാൻ അലയും പകലൂരം പകലുകൾ തീരവേ ഇരവുകൾ മൂടിയോ പ്രണയമേ കേട്ടുവോ ഇൻ മധുരമാം വാക്കുകൾ പറയാതെ ഉള്ളിലെ തീരാമൊഴി അറിയാതെ നീ പോകുമോ മോഹാർദ്രമായി തീരായാത്രയിൽ നീ എൻ കൂടെയോ താരമായി നീഹാരാർദ്രമാമെൻ വാതിലും ചാരവേ ആരോരോമൽ തിന്നൽ പോൽ നീ ഏതേതോ മൗനങ്ങൾ തമ്മിൽ ഓരിതൾ പാതയിൽ നീ ചാരയായി ചേർന്നു നിന്നീ നേരം കനവോരം മെല്ലവേ വന്നു നിന്നിൻ ജാക്സൺ വന്നേക്കണം. ഓരമായി വന്നൊരോമൽ കാറ്റിൻ തടലോരം പറയാൻ വൈകുമീ വേളയിൽ തെളിവായി തീരുമീ വേനലിൽ നിഴൽ പോൽ നിന്നെ തേടും നീ ഞാനും മഴയായി വന്നൊരീ തിന്നലിൽ നിറവാം നിൻ വിരൽ പാടുകൾ അതിലൊന്നായി ഞാൻ അലയും പകലൂരം നമുക്കുള്ള അടുത്ത പ്ലാൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇനി അത് ഒട്ടും വൈകരുതടാ. അതെ എടാ, ഇത് ബാക്കിയുള്ള പെമ്പിളൊക്കെ നമുക്കുള്ളതല്ലേ? ആ അത് ശരിയാണല്ലോ. സെറ്റ് സെറ്റ്.